ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഡിയോഡാപ്പിന്റെ ഓർഡേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന 4 ഐറ്റംസ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം എന്ന് പറയുന്നത് 10 ദിവസമാണ്. അതും ഒരുപാട് പേര് ചോദിച്ചുള്ള ഒരു ഡൗട്ടും കൂടിയായിരുന്നു. പിന്നെ ഇത് DTDC വഴിയാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പേപ്പർ കട്ടർ ആണ്. അപ്പോൾ ഇതിന് മുന്നും ഞാൻ ഡിയോഡാപ്പിൽ നിന്ന് മേടിച്ച പേപ്പർ കട്ടേഴ്സ് ആണ് ആ ഒരു ക്ലൗഡിന്റെ ഷേപ്പിലുള്ളത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് മേടിച്ച പേപ്പർ കട്ടറിന്റെ സെയിം റിവ്യൂ തന്നെയാണ് എനിക്ക് ഇതിന് പറയാനുള്ളത്. കാണാൻ നല്ല ക്യൂട്ട്നെസ് ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്, പിന്നെ അത് മാത്രമല്ല നല്ല ഷാർപ്പും ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചുള്ള ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇനി നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ ക്ലിപ്സ് ആണ്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ ഇത് മേടിക്കാന്ന് വിചാരിച്ചത്. പലതും പല ഷേപ്പിലാണ്, പല കളേഴ്സിലാണ്. പക്ഷെ നമുക്ക് കിട്ടിയ കളേഴ്സ് പലതാണെങ്കിലും ഷേപ്പ് ഒക്കെ എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് 29 രൂപയ്ക്ക് 6 പീസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു സ്റ്റേഷനറി കിറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. സാധാരണ ഒരു സ്റ്റേഷനറി കിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പെന്ന്, പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ, സ്കെയിൽ, ഇത്ര ഐറ്റംസ് ആണ് സാധാരണ ഒക്കെ വരാറ്. അതാണെങ്കിലോ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ 100 സംതിങ് ആയിരിക്കും, അല്ലെങ്കിൽ 100ന്റെ അടുത്തൊക്കെ ആയിരിക്കും റേറ്റ് വരുന്നത്. പക്ഷെ ഈ ഒരു കിറ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനി ഈ ഒരു ബോക്സിൽ എന്തൊക്കെ വരുന്നു ചോദിച്ചാൽ 2 ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൻസിൽ വരുന്നുണ്ട്, പിന്നെ ഇതുപോലത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്കെയിലാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ്. അതാണെങ്കിൽ ഈ ഒരു തീം ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സ്റ്റിക്കിയാണ്. നെക്സ്റ്റ് ഇതെന്താന്ന് ആദ്യം മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത് ഷാർപ്പനർ ആണ്. നെക്സ്റ്റ് ഒരു ഇറേസർ ആണ്. ഇതാണെങ്കിൽ ഈ ഒരു തീം കൊടുത്തോണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അടുത്തത് ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള സിസ്റ്റർ ആണ്. കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ സംഭവം നല്ല വർക്കിംഗ് ഒക്കെയാണ്, നല്ല ഷാർപ്പായിട്ട് കട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഞാനിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മാളവിക അടുത്തുണ്ടായിട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാണ്ടില്ല. അപ്പോൾ അവളാണ് പറഞ്ഞത് ചിലപ്പോൾ ഇത് പെൻസിലിനൊക്കെ ഇതുപോലെ ക്യാപ്പായിട്ട് വെക്കുന്ന സംഭവമായിരിക്കുന്നു. വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അതിനായിരിക്കുന്നു. ഇനി ലാസ്റ്റ് ആയിട്ട് വന്നത് ഈ ഒരു പെന്നായിരുന്നു. സംഭവം മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിബ് വരും. പിന്നെ അതിന്റെ ക്വാളിറ്റി ചെക്ക് നോക്കുമായിരുന്നു. പെന്ന് നല്ല വർക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. റേറ്റ് പറയാനാണെങ്കിൽ 68 റുപ്പീസേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യുക. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ എന്തായാലും കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് തന്നെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് പാക്കേജ് ആയിട്ട് വന്നപ്പോൾ ആദ്യം ഒന്നും കത്തിയില്ല, പിന്നെയാണ് മനസ്സിലായത് 4 വാക്സ് ക്യാൻഡിൽ മേടിച്ച കാര്യം. പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളി സംഭവം തോന്നുന്നു. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട സെയിം കളേഴ്സ് തന്നെയാണ് 4 കിട്ടിയേക്കുന്നത്. ഓരോ പാക്കും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ കുറച്ചും കൂടി വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. ഡിയോഡാപ്പ് എങ്ങനെ യൂസ് ചെയ്യുക, എങ്ങനെയാണ് ഓർഡർ ചെയ്യുക, പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട.